ഞാനിത് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബനാന ബ്രാൻഡി അഥവാ ബനാന ലിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട വിധം വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ബ്രാൻഡി വിസ്കിയൊക്കെ കഴിക്കുന്ന പോലെ അല്ല ഇത് കഴിക്കേണ്ടത്. നമ്മളിതിൻ്റെ അത് വെള്ളം ചേർത്ത് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ലിക്കർ ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്നും അല്ല കഴിക്കേണ്ടത്. ഇതാ, വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഐസ് ക്യൂബ് ഇട്ട ശേഷം ശരിക്കും ഐസ് ക്യൂബ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്, സൂപ്പർ സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ വെള്ളമോ സോഡയോ അങ്ങനെ ഒന്നും ഒഴിക്കില്ല. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി? സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറയാം, ഭയങ്കര കുത്തലോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ അത്യാവശ്യം അതായത് ബനാനയുടെ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പഞ്ചസാര ലായനിയും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേന് നല്ല ഒരു ഫീലാണല്ലോ. ഒരു അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു നല്ല ഒരു ചെറിയ ഒരു കത്തലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന നമുക്കറിയാലോ, നല്ല ഒരു സാധനം കഴിക്കുമ്പോൾ എങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ല വിസ്കിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ നമുക്കുണ്ടാവും. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് തലയ്ക്ക് പിടിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതുപോലെ സിപ്പായിട്ട് സാവധാനം കുടിക്കുക. സൂപ്പറാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാനുള്ളൂ. ഞാൻ ചെയ്തത് ജസ്റ്റ് 48 hours മാത്രം അത് സൂക്ഷിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 48 മണിക്കൂറിന് പകരം ഒരു 3-4 ദിവസത്തേക്ക് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ല സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള പഴത്തിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ ഈ ബാക്കി കണ്ടിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. നമ്മുടെ ആ ഐസ് ക്യൂബ് ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല ചിൽഡ് ആയിട്ടുള്ള സാധനം. ഗ്ലാസ് തന്നെ കണ്ടാൽ അറിയാം, നല്ല ചിൽഡ് ആയിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഒട്ടും താമസിക്കേണ്ട. താല്പര്യം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നുള്ളൂ. 100% സൂപ്പറാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വാര്യങ്ങൾ. അതുവരേക്കും ഷോപ്പ്.